തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളില്ലാത്തതിനാൽ ശസ്ത്രക്രിയ മുടങ്ങുന്നത് പതിവാകുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രാജിക്ക് വരെ ഒരുങ്ങുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ്. ഉപകരണങ്ങൾ എത്തിക്കാൻ ഓഫീസുകൾ കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞെന്നാണ് ഡോക്ടർ ഹാരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മകന്റെ പ്രായമുള്ള വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ട വന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു വികാരനിർഭരമായ പോസ്റ്റ് ഡോക്ടർ ഇട്ടത്. ലജ്ജയും നിരാശയുമുണ്ടെന്ന് ഡോക്ടർ പോസ്റ്റിൽ തുറന്നു പറയുന്നു. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി. സാരംഗ്, ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിറഞ്ഞു നിൽക്കുന്നത് നിസ്സഹായതയാണ്. പർച്ചേസ് പവർ ഇല്ലാത്തൊരു മേധാവി എന്ന നിലയ്ക്ക് തനിക്കിനി ഇതിൽ ഒന്നും ചെയ്യാനില്ല. രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കും താല്പര്യമില്ലെങ്കിൽ താൻ പുറത്തേക്ക് പോവുകയല്ലാതെ മറ്റു വഴികളില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗുരുതരമാണ് അവിടുത്തെ സാഹചര്യങ്ങൾ? തീർച്ചയായും ശ്രീജ, ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാത്രം ഒരു സാഹചര്യമല്ല. കേരളത്തിൽ ഉടനീളമുള്ള സർക്കാർ ആശുപത്രികളിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിൽ ഡോക്ടേഴ്സ് കാര്യമായ ഒരു പ്രതികരണമായി മുന്നോട്ട് വരുന്നില്ല എന്നത് മാത്രമാണ് ഇതിലൊരു തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യം പറയാനുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഇത്തരത്തിൽ ഒരു സ്വന്തം മകന്റെ പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയുടെ ഓപ്പറേഷൻ മാറ്റിവെക്കേണ്ടി വന്ന ഒരു നിസ്സഹായ അവസ്ഥ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ഡോക്ടർ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് മുന്നോട്ട് വന്നത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള പല രോഗികളുടെയും ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. സർക്കാർ ആശുപത്രികളുടെ പർച്ചേസിംഗ് പവർ വകുപ്പ് മേധാവിക്കല്ല, മറിച്ച് ഓഫീസ് അഡ്മിനിസ്ട്രേഷനിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന അതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് മറ്റും ഇത്തരത്തിലുള്ള അഡ്മിനിസ്ട്രേഷൻ വിഭാഗമാണ്. അത്തരത്തിലുള്ള വിഭാഗത്തിൽ നിന്നുള്ള പണം അനുവദിക്കാതെ, മാത്രമല്ല സർക്കാരിൽ നിന്നുള്ള പണം അനുവദിക്കാത്തത് മൂലം ഇത്തരത്തിലുള്ള വിതരണക്കാർക്ക്, ഇത്തരം ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണക്കാർക്ക് പണം നൽകാൻ കഴിയാത്തൊരു സാഹചര്യം വരികയും അങ്ങനെ ഇത്തരം വിതരണക്കാർ ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അടക്കമുള്ള സാധനങ്ങൾ വിതരണം ചെയ്ത് നിർത്തുകയും ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ശസ്ത്രക്രിയകൾ നടത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തും. മാത്രമല്ല, അടിയന്തരമായ സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വരും. നമുക്കറിയാം, സർക്കാർ ആശുപത്രികളിൽ വളരെ സാധാരണക്കാരായ സാമ്പത്തികമായ പശ്ചാത്തലം വളരെ ചുരുങ്ങിയ രീതിയിലുള്ള ആൾക്കാർ മാത്രമാണ് ഇത്തരത്തിലുള്ള ആശുപത്രികളിൽ സഹായത്തിനായി എത്തുന്നത്. അവർക്ക് മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോയി ഇത്തരത്തിലുള്ള അടിയന്തരമായ ശസ്ത്രക്രിയയോ മറ്റും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം വരും. മാത്രമല്ല, ഈ ശസ്ത്രക്രിയ ഡേറ്റുകൾ നീട്ടിവെക്കുമ്പോൾ ആരോഗ്യ സ്ഥിതി വളരെ മോശമാവുകയും മരണം വരെ സംഭവിക്കാനുള്ള സാഹചര്യമുണ്ട്. നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഇത്തരത്തിലുള്ള കാർഡിയോളജി, അതേപോലെ ശ്രീജിത്തിലെ ന്യൂറോളജി വിഭാഗങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള പ്രശ്നം വകുപ്പ് മേധാവികൾ ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കേസുകൾ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഇതിനു മുൻപ് ഉണ്ടായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലും ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ വകുപ്പ് മേധാവികൾ ഇങ്ങനെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത്തരത്തിലൊരു നിസ്സഹായ അവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഡോക്ടർ മുന്നോട്ട് വന്നിരിക്കുന്നത്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.